ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര ഭീകരനായി പ്രഖ്യാപിച്ചിട്ടും 2019 പുൽവാമ, 2016 ഉറി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് നിരോധിച്ച സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആണെന്ന് സ്ഥിരീകരിച്ചിട്ടും മസൂദ് അസ്ഹറിന് പാക് സർക്കാർ ധനസഹായം നൽകുകയാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 14 കോടി രൂപയാണ് മസൂദിന് പാകിസ്ഥാൻ നൽകുന്നതെന്നും പാക് പൗരന്മാരുടെ നികുതി പണമാണ് ഇതിനുവേണ്ടി ചെലവഴിക്കുന്നതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ പുനർനിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഭുജ് സൈനിക താവളം സന്ദർശിക്കുന്നതിനിടെ രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാജ്യാന്തര നാണ്യനിധിയിൽ നിന്ന് സഹായമായി ലഭിച്ച $2.1 ബില്യൺ പാക് സർക്കാർ വകമാറ്റിയിരിക്കുകയാണ്. തകർക്കപ്പെട്ട ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനാണ് ഈ ധനസഹായം ഉപയോഗിക്കുന്നത്. മുരിദ്കയിലും ബവൽപൂരിലും ലഷ്കർ-എ തൈബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകര പരിശീലന കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് പാക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനുള്ള IMF സഹായം ഭീകരതയ്ക്കുള്ള പരോക്ഷ ധനസഹായമായി മാറുന്നു. പാകിസ്ഥാനുള്ള ഏതൊരു സാമ്പത്തിക സഹായവും ഭീകരപ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് തുല്യമാണ്. IMF അവരുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. പാകിസ്ഥാനെ $2.3 ബില്യൺ പുതിയ വായ്പകൾ നൽകാനുള്ള IMFന്റെ നിർദ്ദേശത്തെ കഴിഞ്ഞയാഴ്ച ഇന്ത്യ എതിർത്തിരുന്നു. വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുന്നെങ്കിലും പാകിസ്ഥാനെ അനുകൂലമായ തീരുമാനമായാണ് IMFൽ നിന്ന് ഉണ്ടായത്. ഭീകരതയ്ക്കും കള്ളപ്പണം വെളുപ്പിക്കലിനും ധനസഹായം നൽകുന്നുവെന്ന് ആരോപിച്ച് ആഗോള നിരീക്ഷണ സംഘടനയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് 2018 പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. തുടർന്ന് 2022 ആ പട്ടികയിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കി. ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനാൽ IMF പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പാകിസ്ഥാന് സഹായം ലഭിച്ചിരുന്നില്ല. എന്നാൽ 2022 മുതൽ സ്ഥിതി മാറി.